നെയ്യാർ ഡാം കോട്ടൂർ വനമേഖലയിൽ കാട്ടുപോത്ത് ശല്യം രൂക്ഷമാകുന്നു. വന്യജീവികളെ കണ്ട് ഭയന്നോടുന്നതിനിടെ ബൈക്ക് മറിഞ്ഞ് സഹോദരങ്ങൾക്ക് പരിക്കേറ്റു. വന്യജീവി ശല്യം പതിവായിട്ടും അധികൃതർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാരുടെ ആക്ഷേപം. നെയ്യാർ ഡാം മരക്കുന്നം മാൻ പാർക്കിന് സമീപമാണ് ജനങ്ങളെ വീണ്ടും ഭീതിയിലാഴ്ത്തിയ അപകടമുണ്ടായത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന കോട്ടൂർ സ്വദേശികളായ അഭിഷേക്, സഹോദരി അഞ്ജലി എന്നിവർക്ക് മുന്നിലേക്ക് അപ്രതീക്ഷിതമായി കാട്ടുപോത്ത് ചാടുകയായിരുന്നു. നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞ് റോഡിലേക്ക് തെറിച്ചു വീണ ഇരുവർക്കും പരിക്കേറ്റു. ഈ പ്രദേശത്ത് വന്യജീവി ആക്രമണങ്ങൾ ഇതാദ്യമല്ല. 1.5 മാസം മുൻപും ഇതേ സ്ഥലത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ അപകടമുണ്ടായിരുന്നു. കാട്ടുപോത്തുകൾക്ക് പുറമെ കുരങ്ങ്, കാട്ടുപന്നി, മ്ലാവ് എന്നിവയുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ്. ഇത് കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതിനൊപ്പം ജനങ്ങളുടെ ജീവനും വലിയ ഭീഷണിയാകുന്നു. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ദിവസേന കടന്നുപോകുന്ന റോഡുകളിലാണ് വന്യജീവികൾ തമ്പടിക്കുന്നത്. വനം വകുപ്പ് വെറും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനപ്പുറം സുരക്ഷ ഉറപ്പാക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പ്രധാന പരാതി. അപകടങ്ങൾ നടക്കുമ്പോൾ ധനസഹായം പ്രഖ്യാപിക്കുന്നതിലപ്പുറം മറ്റൊരു ദുരന്തം ഉണ്ടാകുന്നതിനു മുൻപ് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.